السلام عليكم ورحمة الله. بسم الله والحمد لله والصلاة والسلام على أشرف رسول الله وعلى آله وأصحابه الفائزين برضا الله. أما بعد. ബുർദ അർത്ഥവും വ്യാഖ്യാനവും പാർട്ട് 9 ഒന്നാമത്തെ ഫസ്ൽ. നഅം സറാ طيف من أهوى فأرقني والحب يعترض اللذات بالألم يا لائمي في الهوى العذري معذرة مني إليك ولو أنصفت لم تلم مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم. നഅം, അതെ, എന്നിലേക്ക് ചേർത്തിയ മുഴുവൻ കാര്യത്തിലും എന്നോട് ഈ ചോദിച്ചുകൊണ്ടിരുന്ന മനുഷ്യ, നീ പറഞ്ഞതൊക്കെയും സത്യമാണ്. സറാ തൈഫു മൻ അഹ്വ, ഞാൻ സ്നേഹിക്കുന്ന, ഇഷ്ടപ്പെടുന്ന ആ ഒരുത്തന്റെ രൂപം, അവനെ സംബന്ധിച്ചുള്ള ചിന്തകൾ രാത്രിയിൽ എന്നിലേക്ക് വരുന്നു. ഫഅറഖനി, അങ്ങനെ അത് എന്റെ ഉറക്കം കെടുത്തുകയും ചെയ്യുന്നു. വൽ ഹുബ്ബു, സ്നേഹം എന്നുള്ളത് യഅ്തരിദുൽ ലദ്ദാത്തി ബിൽ അലമി, വേദന കൊണ്ട് എല്ലാ സുഖങ്ങളെയും അത് തടഞ്ഞു നിർത്തുന്നതാണ്. യാ ലാഇമി ഫിൽ ഹവൽ ഉജ്രി, ഉജ്രി ഖബീലയിലേക്ക് ചേർത്തപ്പെട്ട ആ സ്നേഹത്തിൽ എന്നെ ആക്ഷേപിക്കുന്നവരെ, മഅ്ദിറത്തൻ മിന്നി ഇലൈക, എന്റെ വക്കൽ നിന്ന് നിങ്ങളിലേക്ക് ഞാൻ പറയുന്ന ആ കാരണങ്ങൾ നിങ്ങളൊന്ന് കേൾക്കണം, നിങ്ങളൊന്ന് സ്വീകരിക്കണം. വലൗ അൻസഫ്ത, നിങ്ങൾ നിഷ്പക്ഷമായി ചിന്തിച്ചിരുന്നുവെങ്കിൽ, ലം തലുമി, എന്നെ ആക്ഷേപിക്കുമായിരുന്നേ ഇല്ല. നിങ്ങൾ നിഷ്പക്ഷമായി ചിന്തിച്ചില്ല, അതുകൊണ്ടാണ് നിങ്ങൾ എന്നെ ആക്ഷേപിക്കുന്നത്. ഫമാലി ഐനൈക ഇൻ കുൽതകുഫു ഫാഹമത എന്ന് തുടങ്ങി വാസ്ബത്തൽ വജ്ദു ഖത്ത ഇബ്റത്തിൻ വലന മിസ്രിൽ ബഹാരി അലാ ഖദ്ദൈക വൽ അനമി എന്നതുവരെയുള്ള 5 ബൈത്തുകൾ. വഫായിദത്തുൽ അബിയാത്തിൽ ഖംസത്തി അല്ലത്തി അവ്വലുഹാ ഫമാലി ഐനൈക, ഈ 5 ബൈത്തുകളുടെ ഫായിദ, അർറജുലു ഇദത്തഹമ സൗജതഹു ഔ ബിന്തഹു ഔ ഐലതഹു, ഒരു മനുഷ്യൻ തന്റെ ഭാര്യയെയോ മകളെയോ മറ്റു കുടുംബത്തിൽപ്പെട്ട ഏതെങ്കിലും ഒരുത്തരെയോ തെറ്റായി ധരിച്ചു, അവരെ സംബന്ധിച്ചൊരു തെറ്റിദ്ധാരണ ഇവനിലുണ്ട് എങ്കിൽ, കത്തബ ഹാദിഹിൽ അബിയാത്ത, ഈ ബൈത്തുകളെ അവൻ എഴുതണം, ഫി വറഖത്തിൻ മിൻ വറഖിൽ ഉത്റുജി, വള്ളി നാരങ്ങ അല്ലെങ്കിൽ മാതള നാരങ്ങ ഇവയുടെ ഒരു ഇലയിൽ. എന്നിട്ട് വളഅഹ, അതിനെ അവൻ വെക്കണം, അലാ യദിൽ മത്ഹൂമി, ഈ തെറ്റിദ്ധരിക്കപ്പെട്ട ആളുടെ കയ്യിന്റെ മേൽ വെക്കണം, അൽ യുസ്ര, ഇടതു കയ്യിന്റെ മേൽ. വഹുവ നായിമുൻ, അവൻ ഉറങ്ങുന്ന അവസ്ഥയിൽ വെക്കണം. എന്നിട്ട് വയജ്അലു ഉദ്നഹു അലാ ഫമിഹി, അവന്റെ ചെവിയെ ആ വ്യക്തിയുടെ വായന്റെ മേൽ ഇവൻ ആക്കണം. ഫഇന്നഹു യൻദിഖു ബിജമീഇ മാ ഫഅലഹു ഫീ ഗൈബത്തിഹി, ഇവൻ മറഞ്ഞ സമയത്ത് ഇവന്റെ അസാന്നിധ്യത്തിൽ വെച്ചുകൊണ്ട് ആ വ്യക്തി ചെയ്ത മുഴുവൻ കാര്യങ്ങളും അവൻ മൊഴിയുന്നതാണ്, പറയുന്നതാണ്. ഖൈറൻ ഔ ഷർറൻ, അത് ഖൈറാണെങ്കിലും ഷർറാണെങ്കിലും അവൻ പറയും. ഇമാം ബാജൂരി തങ്ങൾ തന്റെ ബാജൂരിയിൽ 8-ാമത്തെ പേജിൽ ഇത് പറഞ്ഞിട്ടുണ്ട്.
എന്നാൽ അസീദത്ത് ശുഹദയിൽ ഇതേ ഫായിദ പറഞ്ഞത് അത് നഅം സറാ തൈഫു മൻ അഹ്വാ ഫഅറഖനി വൽഹുബ്ബു യഅ്തരിദു ലദ്ദാത്തി ബിൽ അലമി എന്ന ആ ബൈത്തിനാണ്. ആ ബൈത്ത് പറഞ്ഞ ശേഷം കാണാം വഖാസിയത്തു ഹാദൽ ബൈത്തി അന്നക ഇദാ കുന്ത തത്തഹിമു ഇംറഅതൻ ഫക്തുബ് ഹാദൽ ബൈത്ത അലാ വറഖി ഉതുർജിൻ. ഒരു പെണ്ണിനെ സംബന്ധിച്ച് നിനക്ക് തെറ്റിദ്ധാരണ ഉണ്ടെങ്കിൽ വള്ളി നാരങ്ങയുടെ മാതള നാരങ്ങയുടെ ഇലയിൽ ഈ ബൈത്തിനെ എഴുതുകയും വളഅഹ അലാ സദിഹൽ ഐസരി എന്നിട്ട് അതിനെ അവളുടെ ഇടതു നിതംബത്തിന്റെ മേൽ വെക്കുകയും വഹിയ നായിമത്തുൻ അവൾ ഉറങ്ങുന്ന അവസ്ഥയിൽ ഫഇന്നഹ തന്ദിഖു ഫി ഹാലിൻ നൗമി ഫി ജമീഇ മാ ഫഅലത് മിൻ മലീഹിൻ ഔ ഖബീഹിൻ. അവൾ ചെയ്ത എല്ലാ കാര്യവും അവൾ ആ ഉറങ്ങുന്ന സമയത്ത് പറയും, നല്ലതാണെങ്കിലും മോശമാണെങ്കിലും. വഹാദാ മുജറബുൻ സഹീഹുൻ, ഇത് വളരെ സഹീഹായ പരിശോധിച്ചറിഞ്ഞ വിഷയവും കൂടിയാണ്. ഖസീദത്തു ശുഹദയുടെ 62-ാമത്തെ പേജിൽ ഈ ഒരു ബൈത്തിനുള്ള ഖാസിയത്തായിട്ടാണ് പറഞ്ഞിട്ടുള്ളത്. വല്ലാഹു അഅലം ബിസ്സവാബ്. നഅം എന്നുള്ളത് ഹർഫു ജവാബാണ്, ഒരു ജവാബിന്റെ ഹർഫാണ്. എന്ന് പറഞ്ഞാൽ ഹർഫു ഈജാബിൽ ലിമാ സബഖ, മുൻകടന്ന ഒരു കാര്യത്തിനുള്ള മറുപടി പറയാൻ കൊടുക്കുന്ന ഹർഫാണത്. അതിനർത്ഥം സദഖത അയ്യുഹ സായിലു ഫീ കുല്ലി മാ നസബ്തനി ഇലയ്യ, എന്നെ കൊള്ള നീ ചേർത്തിയ മുഴുവൻ കാര്യത്തിലും ചോദിക്കുന്ന മനുഷ്യ നീ സത്യമാണ് പറഞ്ഞത്. കാരണം ഞാൻ കരഞ്ഞു, ജീറാനിനെ ആലോചിച്ചതിനാൽ ഞാൻ രോഗിയായി കരഞ്ഞു. അതൊക്കെ ഞാൻ അവരെ വിട്ടുപിരിഞ്ഞപ്പോ അങ്ങനെ അവരെ തൊട്ട് ഞാൻ ചില കാര്യങ്ങളൊക്കെ ആശ്വാസം കൊണ്ടു. അപ്പൊ ഇതെല്ലാം തന്നെ എന്നോട് നീ പല കാര്യങ്ങളും ചോദിച്ചിരുന്നു, എന്നിലേക്ക് നീ പലതും ചേർത്തിയിരുന്നു, അതെല്ലാം സത്യമാണ്. സറ എന്ന് പറഞ്ഞാൽ ഐ ജാഅനി ലൈലൻ, എന്നിലേക്ക് രാത്രി വന്നു. സറ എന്നുള്ളത് ഫഇല് മാദിയാണ്. തൈഫു എന്ന് പറഞ്ഞത് ബി ഫത്ഹിൽ മുഹ്മലത്തി വ സുകൂനിൽ യാഇ തഹ്തിയത്തി ഫാഇലു സറ, സറന്റെ ഫായിലാണ് തൈഫ് എന്ന് പറയുന്നത്. മൻ എന്നുള്ളത് മൗസൂലയാണ്, മുളാഫുൻ ഇലൈഹിയാണ് തർക്കീബ്. അഹ്വ എന്ന് പറയുന്നത് ഫഇലുൻ മുളാരിഉൻ മുസ്നദുൻ ഇലൽ മുത്തക്കല്ലിമി, വഅദാ മുത്തക്കല്ലിമിലേക്ക് ചേർത്തപ്പെട്ട മുളാരിയായ ഫീലാണ്. വഅദാ നിക്കാത്ത് നഫ്സി മുത്തക്കല്ലിം എന്നുള്ളതാണ് അഹ്വ. അപ്പോ ജുംല മൗസൂലാന്റെ സിലയുമാണ് അഹ്വാഹു എന്നർത്ഥം. ഫഅറഖനി എന്ന് പറയുന്നത് മഅ്തൂഫുൻ അലാ സറ, ഫാഇൽ ആതിഫാണ്. അറഖ ഫീൽ ളമീർ ഫാഇൽ, ജുംല മഅ്തൂഫ് മഅ്തൂഫുൻ അലൈഹി സറ എന്ന് പറഞ്ഞിട്ടുള്ള ആ ജുംല. വൽ ഹുബ്ബു ബിളമ്മിൽ ഹാഇൽ മുഹ്മലത്തി മൂത്തയാണ് തർക്കീബ്. യഅ്തരിദു എന്നുള്ളത് ബി ഫത്ഹി തഹ്തിയത്തി വ കസ്രി റാഇ വബിൽ ളാദി ഫീലുൻ മുളാരിഉൻ, മുളാരിയായ ഫീലാണ്. അതിൽ ളമീർ ഫായിലാണ്. ആ ഹുബ്ബ്
തടയുന്നു. അല്ലദാത്തി എന്ന് പറയുന്നത് മഫ്ഊലുൻ ബിഹിയാണ്. ബിൽ അലമി എന്നുള്ളത് മുത്തഅല്ലിഖും ബി യഅ്തരിദ്, യഅ്തരിദിനോട് ബന്ധിച്ചതാണ്. ഈ നിലക്കാണ് അതിന്റെ തർക്കീബ് പറഞ്ഞിട്ടുള്ളത്. സറ എന്ന് പറഞ്ഞാൽ ജാഅനി ലൈലൻ, എന്നിലേക്ക് രാത്രി വന്നു. തൈഫു മൻ ഐ ഖയാലുഹു എന്നർത്ഥം. അവന്റെ ആ മഹബൂബിന്റെ രൂപം, ബഅദൻ ഫാറഖ്തുഹും, അവരോട് ഞാൻ വിട്ടുപിരിഞ്ഞ ശേഷവും. മഹബൂബീങ്ങളുടെ അവിടെ ജീറാന് കൊണ്ട് മഹബൂബീങ്ങൾ എന്ന് വെക്കുകയാണെങ്കിൽ, അതല്ല റസൂലുള്ള എന്ന ആ മഹബൂബ് മാത്രമാണെങ്കിൽ മഹബൂബിന്റെ ആ മഹബൂബുമായി ഞാൻ വിട്ടുപിരിഞ്ഞ ശേഷം മഹബൂബിന്റെ രൂപം രാത്രി എന്നിലേക്ക് വരുന്നു. തൈഫു എന്ന് പറഞ്ഞാൽ ഖയാല് എന്നാണ് അതിന്റെ അർത്ഥം. മായക്കാഴ്ച എന്ന് വേണമെങ്കിൽ അതിനർത്ഥം വെക്കാം. എന്തൊക്കെയോ മനസ്സിലേക്ക് വരിക എന്നർത്ഥം. തൈഫ് എന്ന് പറയുന്നത് അതിന്റെ അസല് തയ്യിഫാണ്. ബി തഷ്ദീദിൽ യാക്ക് ശബ്ദ കൊണ്ട് തയ്യിഫാണ്. അങ്ങനെ ഇപ്പൊ ഖഫഫൂഹു ബി ഹദിഫി ഐനിഹി, അതിന്റെ ഐനിനെ കളഞ്ഞുകൊണ്ട് അതിനെ അവർ നിർമ്മയാക്കിയതാണ്. കമാ ഫഅലു ഫി മയ്യിത്തിൻ, മയ്യിത്തിൽ മൈത്ത് എന്ന് പറഞ്ഞ മാതിരി. അഹ്വ എന്ന് പറഞ്ഞത് ഇപ്പൊ നേരത്തെ പറഞ്ഞല്ലോ, മുളാരിയായ ഫീലാണ്. വഅദ മുത്തക്കല്ലിമ്, ജുംല മാന്റെ സിലയും. ഫഅറഖനി എന്ന് പറഞ്ഞ ഐ അസ്ഹറനി ഹുസ്നൻ അലാ മുഫാറഖതിഹിം, രാത്രിയിൽ എന്നിലേക്ക് ഞാൻ ഇഷ്ടപ്പെടുന്ന ആ മഹബൂബിന്റെ രൂപം എന്നിലേക്ക് വന്നു. അങ്ങനെ ഫഅറഖനി, അവരെ ഹുസ്നൻ അലാ മുഫാറഖതിഹിം, അവരെ വിട്ടുപിരിഞ്ഞതിന്റെ പേരിലുള്ള ആ വിഷമം കാരണം അതെന്നെ ഉറക്കം കെടുത്തുകയും ചെയ്തു. വൽ ഹുബ്ബു എന്ന് പറഞ്ഞ അയൽ ഇഷ്ഖു, ഇഷ്ഖ് ബിഇതിബാരി മാ യൻശഉ അൻഹു മിൻ അദമിൽ വസ്ലി ബിൽ മഹബൂബി, മഹബൂബിലേക്ക് ചേരാൻ കഴിയാത്ത ആ നിലക്കുള്ള ഇഷ്ഖ്, മഹബൂബിലേക്ക് ചേരാൻ പറ്റുന്നില്ല, അങ്ങനെ ഉടലെടുത്തിട്ടുള്ള ഒരു പ്രത്യേകമായ ഇഷ്ഖ്. യഅ്തരിദു അല്ലദാത്തി ഐ യഹൂലു ബൈനഹാ വ ബൈനൽ മുഹിബ്ബി വലാ യസിലു ഇലൈഹി മിൻഹാ ഷൈഉൻ, ആ ഹുബ്ബ് ആ ലദ്ദത്തുകളുടെയും മുഹിബിന്റെയും ഇടയിൽ തടസ്സം നിൽക്കുന്നു. വലാ യസിലു ഇലൈഹി, അവനിലേക്ക് ചേരുന്നില്ല. മിൻഹാ, ഈ ലദ്ദത്തുകളിൽ നിന്ന് ഷൈഉൻ, ഒന്നും ചേരുന്നില്ല. ആ അവസ്ഥയിൽ വൽ ജുംലത്തു വൽ ഹുബ്ബു യഅ്തരിദു ലദ്ദാത്തി എന്ന് പറയുന്ന ജുംല ഇഅ്തിറാദിയാണ്, അല്ലെങ്കിൽ ഹാലിയാണ്. ബിൽ അലമി, വേദന കൊണ്ട് തടയുന്നു. ഈ വിശദീകരണങ്ങള് അൽ ഉംദയുടെ 128, 129 അതുപോലെ ബാജൂരിയുടെ 8-ാമത്തെ പേജിലും ബാജൂരിയുടെ ഹാമിഷിലുള്ള ഷർഹു ഷെയ്ഖ് ഖാലിദുൽ അസ്ഹരി എന്നവരുടെ ആ ഗ്രന്ഥത്തിന്റെ 8-ാമത്തെ പേജിലും, അതുപോലെ തന്നെ അസീദത്തു ശുഹദയുടെ 60-61 പേജുകളിലും, അദ്ദുഹുർ വൽ ഉദ്ദയുടെ 19-ാമത്തെ പേജിലും പറഞ്ഞിട്ടുണ്ട്. ഈ വിശദീകരണങ്ങളൊക്കെ അർത്ഥപരമായിട്ടും തർക്കപരമായിട്ടും ഒക്കെ. ഫഅറഖനി എന്ന് പറയുന്നിടത്തുള്ള ഫാ ആതിഫാണ് എന്ന് പറഞ്ഞല്ലോ. അസീദത്തു ശുഹദയില് ഫാഇനെ സംബന്ധിച്ച് പറയുന്നു ജവാബു ഷർത്തിൻ മഹ്ദൂഫിൻ, അത് കളയപ്പെട്ട ഒരു ഷർത്തിന്റെ ജവാബാണ്. ഐ ലമ്മാ ജാഅ ഇലയ്യ ഖയാലുൽ മഹബൂബി,
മഹബൂബിന്റെ ആ രൂപം എന്നിലേക്ക് വന്നപ്പോ, മഹബത്തുൽ മഅശൂഖി, ആ ഇഷ്ടഭാജനത്തിനോടുള്ള മഹബത്തും എന്നിലേക്ക് വന്നപ്പോ, അങ്ങനെ വന്നപ്പോൾ ഫറഖനി, അത് എന്നെ ഉറക്കം കെടുത്തി. ഇങ്ങനെയാണ് അതിൽ അർത്ഥം കൊടുത്തിട്ടുള്ളത്. അതിന്റെ 60-ാമത്തെ പേജില്. വൽ ഹുബ്ബു യഅ്തരിദു ലദ്ദാത്തി ബിൽ അലമി എന്ന് പറഞ്ഞാൽ യഅ്തരിദുന്റെ അർത്ഥമായി യദ്ഫഉഹ, ഹുബ്ബ് ലദ്ദാത്തുകളെ തടയുന്നു, ബിൽ അലമി, അലമു കൊണ്ട് തടയുന്നു, വേദന എന്ന ആ അമ്പ് കൊണ്ട് തടയുന്നു. യുഖാലു യഅ്തറല്ലഹു സഹം ബിസ്സഹ്മി ഇദാ ദഫഅഹു ബിഹി, ഒരു വ്യക്തിയെ സഹ്മു കൊണ്ട് തടഞ്ഞു. ഫൽ അലമു ഹുന ബി മൻസിലത്തി സഹ്മി, ഇവിടെ അലമെന്ന് പറയുന്നത് അമ്പിന്റെ സ്ഥാനത്താണ്. ലദ്ദാത്ത് എന്നുള്ളത് ബി മൻസിലത്തി ഷഖ്സിൽ മർമ, എറിയപ്പെടുന്ന ഒരു വ്യക്തിയുടെ സ്ഥാനത്തുമാണ്. അപ്പോ വേദനയാകുന്ന അമ്പ് കൊണ്ട് രസങ്ങളാകുന്ന ആ വസ്തുവിനെ എറിഞ്ഞു എന്നാണ്. അങ്ങനെ അതിനെ ഇല്ലായ്മ ചെയ്തു. അൽ മഅന അന്നൽ ഹുബ്ബ യഗീബുൽ ലദ്ദാത്തി, അങ്ങനെയും അർത്ഥം വെക്കാം. ബിൽ അലമി, ഹുബ്ബ് രസങ്ങളെ വേദന കൊണ്ട് മറച്ചു കളയുന്നു. വൽ മുറാദു ബിൽ ലദ്ദാത്തി, ലദ്ദാത്ത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് മാ കാന ഫീഹി മിനൻ നൗമി വ തസല്ലി അനിൽ മഹബൂബീന, ലദ്ദാത്ത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് അവനിലുള്ള ഉറക്കം, അതുപോലെ തന്നെ മഹബൂബിങ്ങളെ സംബന്ധിച്ചുള്ള ആ ഒരു സമാധാനിക്കൽ, ഇതെല്ലാം ഇല്ലാതെയാക്കി എന്നാണ്. അലമ കൊണ്ട് ഉദ്ദേശിക്കുന്നത് മാ യൻസഉ അനിൽ ഹുബ്ബി മിൻ സിദ്ദത്തിൽ വജ്ദി, പ്രേമം കാരണം ഉണ്ടാകുന്ന ഒരു കഠിനമായ മാനസികമായ വിഷമുണ്ട്, വേദനയുണ്ട്, അതാണ് അലമ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ബാജൂരി പേജ് 8. വഹാസിലുൽ മഅന അന്നൽ ഇശ്ഖ വൽ മഹബ്ബത യഅരിദു വയഹ്ലികു ലദ്ദാത്തി ബിസബബിൽ അലമി, വേദന കാരണമായി കൊണ്ട് മഹബത്ത് ഇഷ്ഖ് എന്ന് പറയുന്നത് സകല രസങ്ങളെയും നശിപ്പിച്ചു കളയുന്നതാണ്, തടയുന്നതാണ്. കമാ അന്ന ശഖ്സ റാമിയ, ഏതുപോലെ ഒരു എറിയുന്ന വ്യക്തി, യഹ്ലിക്കു ശഖ്സൽ മർമിയ ഇലൈഹി, ആരിലേക്കാണോ എറിയപ്പെട്ടത് ആ വ്യക്തിയെ അത് നശിപ്പിക്കുന്നുണ്ട്, ബിസ്സഹ്മി, അമ്പുകൊണ്ട്. ഇതാണ് ഇതിന്റെ മാന. ഈ ബൈത്തിന്റെ ഒരു ഹാസിലു മാനയുടെ ഒരു ചെറിയ രൂപം. അസീദത്തു ശുഹദ 61. നഅം സറാ തൈഫു മൻ അഹ്വാ ഫഅർറഖനി എന്ന് പറയുന്ന ആ ബൈത്തിന് ഒരു നേട്ടമുണ്ട്. അന്നമൻ ഖററഹു ബഅദ സലാത്തിൽ ഇശാഇ, ഇശാ നമസ്കാര ശേഷം ഈ ബൈത്തിനെ ആരെങ്കിലും ആവർത്തിച്ചുകൊണ്ടേയിരുന്നു, ഹത്താ യഗ്ലിബ അലൈഹി നൗമു, അവന്റെ മേൽ ഉറക്കം മികക്കുന്നതുവരെ, എങ്കിൽ ഫഇന്നഹു യറൽ മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഫി മനാമിഹി ഇൻഷാ അല്ലാഹ്, അവൻ റസൂലുള്ളാഹി തങ്ങളെ സ്വപ്നത്തിൽ കാണും, അല്ലാഹ് വേണ്ടുക വെച്ചാൽ. അപ്പോ ഉറക്കം വരുന്നതുവരെ ഈ ബൈത്ത് ഇങ്ങനെ ആവർത്തിച്ച് ചൊല്ലിക്കൊണ്ടിരുന്നാൽ റസൂലുള്ളാഹിനെ സ്വപ്നത്തിൽ കാണാൻ കഴിയും. ബാജൂരി പേജ് 8. ബാജൂരിയിൽ നിന്ന് നക്കലായി അൽ ഉംദയുടെ 128-ാമത്തെ പേജിൽ അതിൽ തഖ്രീറായിട്ട് കൊടുത്തിട്ടുണ്ട്.